എല്ലാവർക്കും ബെൻ ഹൺഡ്രോ വൈറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളെ നമ്മൾ ഇന്തോനേഷ്യ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വീഡിയോസ് എല്ലാം ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എവിടേക്കെങ്കിലും പോവുക, മോഡ് കയറ്റിയിട്ടൊന്നുമല്ല. ഇന്ന് ഞാൻ ഇന്ന് കുറച്ച് വലിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് തുടങ്ങി, ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ്. നമ്മൾ ഇന്തോനേഷ്യ മുഴുവൻ കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളുടെ മെയിൻ ഫസ്റ്റ് സ്ഥലത്ത് നിന്ന് തൊട്ടടുത്തുള്ള വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു വലിയ ബസ്സാണ്. ഒരു ഡബിൾ ആക്സിൽ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ സാധാരണ ചെറിയ ബസ്സിലല്ല, കുറച്ച് വലിയ ബസ്സിലാണ്. ഇവൻ്റെ മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. പിന്നെ ടയർ കണ്ടില്ലേ, മൂന്ന് ടൈപ്പ് ടയറാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകണം. ഫസ്റ്റ് എപ്പിസോഡാണത്. പുതിയ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡ്, ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ്. ഓക്കെ, അപ്പം നമ്മളിന്ന് തന്നെ അത് ഒരു ട്രിപ്പാണല്ലോ, അതുകൊണ്ട് ഫ്രീ ഡ്രൈവാണ്, ആൾക്കാരൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്ക് ബസ്സും കൊണ്ട് ഇന്തോനേഷ്യ കറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് തട്ടാണ്ട് മുട്ടാണ്ട് റൂൾസൊക്കെ പാലിച്ചിട്ട് പോകും. ഇന്ന് ഉറപ്പായിട്ട് ഞാൻ പാലിച്ചിട്ടേ പോവുള്ളൂ. ഇൻഡിക്കേറ്റർ ഇട്ടു. ഓക്കെ, ഇവിടെ ഇൻഡിക്കേറ്ററിന് ഓഫ് ചെയ്യാൻ നന്നായി. എന്തായാലും ഇൻഡിക്കേറ്ററിന് ഇടണം. ആംബുലൻസുകാരൻ വന്ന് ഇടിക്കാണ്ടിരുന്നാൽ മതി. ആംബുലൻസുകാർ ഇടിച്ചില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് എൻ്റെ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ അനേബിൾ ഇട്ടാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക്, വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് കയറി ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുക. ഓക്കെ, ഈ ബസ്സായിരുന്നു എങ്ങനെ പെട്ടെന്ന് ചവിട്ട്. ഇയാൾക്കാരും ലൈസൻസ് കൊടുത്തതാവും. ഇത് വലിയൊരു ബസ്സാണ്. ബസ്സിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഒരു നോട്ടിഫിക്കേഷൻ വന്നാണ്, വേറൊന്നുമല്ല. ഞാൻ വണ്ടിയുടെ സൈഡിൽ ഒതുക്കട്ടെ. നമുക്കൊന്ന് വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നമുക്ക് വണ്ടീനെ കുറച്ചൊന്ന് കാരണം നമ്മുടെ KSRTCയുടെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എന്തായാലും ഉണ്ടാവും. നമുക്ക് വണ്ടികൾ നമുക്കൊന്ന് ഈ സ്ഥലം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് വണ്ടീനെ ഒന്ന് കാണിക്കാം. വണ്ടി ഒന്ന് വ്യക്തമാക്കി തരാം. ഇവിടെ നിർത്താം. ഇവിടെ ഗ്യാപ്പുണ്ട്. ഈ വലിയ ബോർഡ് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പുണ്ട്, അവിടെ നിർത്താം. ഓക്കെ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്താ നിന്നു, ഹാൻഡ് ബ്രേക്കിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടിയുടെ പുറത്തിറങ്ങി. ആൻഡ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ക്യാമറയിൽ കൂടെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ സൂം ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്താ സൂം ആവാത്തത്? ഓക്കെ, സൂം ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. കുറച്ച് വലിയ വണ്ടിയാണ്. ഇവിടെ എല്ലാ മോഡിഫിക്കേഷനൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. സൈഡിൽ ഇതാണ് സൈഡ് പ്രൊഫൈല്. ഡോറ് നടുവിലാണ്, ബാക്ക് ഡോറ്. പിന്നെ ഇത് കണ്ടില്ലേ, 3 ടയർ, അങ്ങനെ മൂന്ന് ടയറാണ്. ഇത് ഉള്ളിലേക്ക് തള്ളിയിരിക്കുന്ന ടയർ, പിന്നെ ഇതിങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന അലോയില്. ആൻഡ് ഇത് വലിയൊരു അലോയിലാണ്. എനിക്ക് ഈ മറ്റേ 2 ടയറിനെക്കാട്ടും ഏറ്റവും ഇഷ്ടമായത് ഇതാണെന്ന് തോന്നുന്നു. നമ്മുടെ പഴയ വേറെ ബസ്സിലിട്ടത്. അതിന് റെഡ് കാലിബറൊക്കെ കാണുമ്പോൾ ഭയങ്കര സൂപ്പറാണ്. ആൻഡ് ഇവിടെ വരുമ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ പഴയ ബസ്സിന് അത്ര വ്യത്യാസമൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഇൻഡിക്കേറ്റർ ഓണാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ സൈഡിലും ഞാൻ കഴിഞ്ഞ ബസ്സൊക്കെ കാണിച്ചിട്ടുണ്ടാവില്ല. എല്ലാ വർക്കും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനി മേലെ പറയുമ്പോൾ വലിയൊരു ഇത് വെച്ചിട്ടുണ്ട്, ഗ്രില്ല് സാധനങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആംബുലൻസിനുള്ള ലൈറ്റ് വെച്ചിട്ടുണ്ട്. മറ്റേ വണ്ടിക്ക് പോലീസ് കാറിൻ്റെ ലൈറ്റാണ്, ഈ വണ്ടിക്ക് ആംബുലൻസിൻ്റെ ലൈറ്റാണ്. ഓക്കെ,
ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പം ബൈക്ക് തന്നെ പോയി ഇടിക്കേണ്ടതായിരുന്നു. ഞാൻ ബ്രേക്ക് പിടിച്ചു വന്നിട്ട് പെട്രോൾ അടിക്കണം. 62 ലിറ്റർ ഉള്ളൂ. ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണം. ഇടിച്ചു പോകുന്നു. ഞാൻ ആ വണ്ടി കണ്ടില്ല. അതിപ്പോൾ ഇങ്ങനെ എടുക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്രണ്ട് ടയർ തിരിയുമ്പോൾ ഏറ്റവും ബാക്കിലെ ടയർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയും. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ റൈറ്റിക്ക് തിരിച്ചപ്പോൾ ഏറ്റവും ബാക്കിലെ ടയർ ലെഫ്റ്റിക്ക് തിരിഞ്ഞു. എന്നാൽ ലെഫ്റ്റിക്ക് തിരിച്ചാൽ ഏറ്റവും ബാക്കിലെ ടയർ റൈറ്റിക്കും തിരിയും. അങ്ങനൊരു പരിപാടി ഉണ്ട് ഈ വണ്ടിയിൽ. ഈ വണ്ടിയുടെ തന്നെ ഇപ്പോൾ ഈ വണ്ടിക്ക് ബാക്കിൽ ഡബിൾ ആക്സിലാണ്. വണ്ടി ഡബിൾ ആക്സിൽ ബസ് എന്നാണ് പറയുക. ഡബിൾ ആക്സിൽ അല്ലാത്തൊരു ബസ് ഉണ്ട്. ഇത് കളറൊക്കെ തന്നെ, പക്ഷെ ഡബിൾ ആക്സിലല്ല. പഴയ ബസ്സിൽ മറ്റേ ചെറിയ ബസ്സിനെ പോലത്തെ സൈസൊക്കെ തന്നെ, പക്ഷെ ചെറിയ ബസ്സിനെ പോലെ ബാക്കിൽ 4 ടയറുള്ളൂ. ഇതുപോലെ ബാക്കിൽ 6 ടയറില്ല. ഇവർ പുതിയ അപ്ഡേഷനിൽ കുറേ ഗ്രാഫിക്സിന് വ്യത്യാസം വരുത്തി തന്നു. ഞാൻ ബൈക്കാരൻ്റെ തിരിച്ച് ജസ്റ്റ് ഗ്രാഫിക്സ് ഡിഫറൻസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. കാരണം എന്തൊക്കെയോ ഒരു ഇത് തോന്നുന്നു, റിയലിസ്റ്റിക് തോന്നുന്നു ഇടയ്ക്ക്. ഞാനത് ഡൗൺലോഡ് ചെയ്തത് ഷൂട്ട് ചെയ്യുന്ന ദിവസം രാവിലെയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസത്തെ രാവിലെയാണ്. ഓക്കെ, വണ്ടി ബ്രേക്ക് ഞാൻ ആ വണ്ടിയിലൊന്നും ഇടിച്ചിട്ടില്ല. ഓക്കെ, ഇടിച്ചു. എന്താ പരിപാടി? ഈ വണ്ടിക്കാരെന്താ ഒന്ന് നിന്നേ? ഓക്കെ, മഴ ഉണ്ടെന്ന് തോന്നുന്നു. സാധാരണ മഴ പെയ്യുകയാണെങ്കിൽ രാത്രിയാവാറ്, ഇങ്ങനെ ഇരുട്ടാവാറ് പറയുന്നു. ഇപ്പോൾ ഫോഗൊക്കെ വരുന്നു. എന്തെങ്കിലും വൈപ്പർ ഇട്ടെ, ചെറിയ വൈപ്പർ ഇട്ടിട്ട് പോവാം. അപ്പോൾ ഇത് നമ്മൾ ഒരു പാലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകണം. വണ്ടി ഇടിക്കണൊക്കെ ഉണ്ട്, എന്നാലും ഇടിക്കാണ്ട് പോകാൻ പറ്റണില്ല. മഴയുടെ ഇത് കൂടി വരികയാണ്. ഇപ്പോൾ ഇടിച്ചു ജസ്റ്റ് ഇത്. എന്നാലും നമുക്കിനി ഇടിക്കാണ്ട് പോകാൻ പറ്റും നോക്കാം. ഓക്കെ, ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ട്. നമുക്ക് പെട്രോൾ അടിക്കാം. 59 ലിറ്ററാണ് ഉള്ളത്. എന്നാലും നമുക്ക് വഴി വെച്ചെങ്ങനെ നിന്നാൽ പണി കിട്ടും. അതുകൊണ്ട് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകാം. എന്നാലും വലിയൊരു ട്രിപ്പല്ലേ, അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് കവർ ചെയ്യാൻ പോകുന്നത് 219 കിലോമീറ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്കറിയാം 219 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത്ര ചെറിയ വീഡിയോ നല്ലതാണ്. അത്ര ചെറിയ ലെങ്ത്ത് ഇല്ലാത്ത വീഡിയോ അല്ലാന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ബസ്സിലിട്ട് ഇന്തോനേഷ്യയിൽ പെട്രോൾ അടിക്കുക? ഓക്കെ, എന്തെങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഏതാ ഭാഷ എന്നൊന്നും ഇന്തോനേഷ്യ ഭാഷയാണ്, പക്ഷെ എന്താ പറയണേന്ന് എനിക്കറിയില്ല. നമ്മൾ 2115 ലിറ്റർ അടിക്കണം. ഓക്കെ ഗൈസ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്, വേറെ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു, വീണ്ടും വരുന്നതാണ്. എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരിക. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെച്ചാലും നോട്ടിഫിക്കേഷൻ വരുന്നു. അവിടെ ജസ്റ്റ് ഒരു കമ്പി ഉണ്ടായിരുന്നു, അതിൽ ഇടിച്ചാണ്. എന്താ 200 ലിറ്റർ അടിച്ചു. മഴ കൂടി വരികയാണ്, മഴയുടെ ശക്തി. ഇയാളൊന്നും തന്നെയാണ് ലോറിയിൽ കൊണ്ടിരിച്ചു. ഇടും വലിയ വണ്ടി ടയറൊക്കെ 2-3 ഉള്ളതുകൊണ്ട് കുലുക്കം അറിഞ്ഞില്ല. പഴയ വണ്ടി കുലുങ്ങി കുറേ ഇതാവും, ക്ഷീണമാവും. എന്തായാലും നമുക്ക് വണ്ടി നിർത്തണം എന്നുണ്ട് എനിക്ക്, പക്ഷെ പറ്റില്ല. മഴയാണ്, ഒരു ഷെയ്ഡുള്ളൊരു സ്ഥലം കാണുന്നില്ല വണ്ടി നിർത്താനായിട്ട്. ഹോർണടിക്കട്ടെ. വീണ്ടും കുലുങ്ങണ സാധനം വന്നു, പക്ഷെ അതായില്ല, കുലുങ്ങിയില്ല. ഇത് കണ്ടല്ലോ. നമുക്ക് ഇവിടുന്ന് തിരിയണം. ഓക്കെ, നമ്മുടെ പഴയ വണ്ടി ഇതാണ്, ഈ പോണ വണ്ടിയാണ്. പക്ഷെ അതിൽ കുറച്ച് വൈറ്റ് ഉണ്ടെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ട വണ്ടിയിൽ നമ്മളെ പഴയ ഒറിജിനൽ വണ്ടി അതാണ്.
ഇതെന്തായാലും KSRTC മോഡൊക്കെ കയറ്റിയിട്ട് ഞാനത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് സ്പോണാവാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇപ്പോൾ പോണതൊരു മലയുടെ മേലെ കൂടെയാന്ന് തോന്നുന്നു. മലയുടെ മേലെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീല്, മൂന്നാർ ഊട്ടിയൊക്കെ പോണൊരിത്. കുറേയൊക്കെ വന്നിട്ട് ഞാൻ കാലങ്ങളായി, കാരണം കുറേ നാൾ ഈ ഗെയിം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, പാട്ടൊക്കെ വെക്കണമെന്നുണ്ട്, പക്ഷെ പാട്ടൊക്കെ പോയി. പിന്നെ ഉള്ളതൊക്കെ കോപ്പിറൈറ്റ് സോങ്സ് ഒക്കെയാണ്. കോപ്പിറൈറ്റ് ഇല്ലാത്ത കുറച്ച് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണം അവൻ. കോപ്പിറൈറ്റ് ഇല്ലാത്ത സോങ്സ് ഡൗൺലോഡ് ചെയ്യണം, അത് ഇതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ആഡ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇവിടെ ഒന്നൊരു ഷെയ്ഡുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ ഒന്ന് നിർത്തായിരുന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങായിരുന്നു. കുറേ നേരം ഇരിപ്പ് തുടങ്ങിയിട്ട് വണ്ടിയിൽ, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടുന്ന് 2 സ്ഥലമുണ്ട് തോന്നി. എനിക്ക് ഒന്നും കാണുന്നില്ല കൃത്യമായിട്ട്, കാരണം ഫോഗ് വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴി മാറി, സാരില്ല, നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. എന്തായാലും ഇതിൽ കൂടെ പോവാം. ഇതിൽ കൂടെ കുറച്ച് വളയണമെന്നേ ഉള്ളൂ. ഓക്കെ, മഴ നിന്നു. അപ്പോൾ ഇല്ല. എന്താണെന്നറിയില്ല, ഒരു പുതിയൊരു ഇതൊക്കെ തോന്നുന്നു റോട്ടിൽ. കാരണം ഈ പരിപാടികളൊന്നും ഇല്ല മുമ്പ്, പുതിയ അപ്ഡേറ്റ് ആയതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കാം. അപ്പം മഴ നിന്നില്ല, അതുകൊണ്ട് വണ്ടി ഇവിടെ ഒതുക്കാം. എവിടെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. അതുകൊണ്ട് നിർത്താൻ അപ്പുറത്തേക്ക് ഇറക്കാൻ പറ്റുന്നില്ല, കാരണം വണ്ടികൾ കുറേ ഉണ്ട്. എന്തായാലും നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിർത്താൻ പറ്റും നോക്കാം. ഓക്കെ, ഇവിടെ വണ്ടിയിൽ ഇപ്പോൾ വരുന്നില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ സൈഡിൽ ഒതുക്കി നിർത്താം. കാരണം ആ സൈഡ് നമുക്ക് സ്ഥലമില്ല നിർത്താൻ. വണ്ടിയുടെ എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കട്ടെ. ഓക്കെ, എന്തോ ഒരു റിയലിസ്റ്റിക് തോന്നുക, എന്താണെന്നറിയില്ല. പുതിയ അപ്ഡേഷൻ വന്നതെന്ന് തോന്നുന്നു. അപ്ഡേഷൻ വന്നോന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് വന്ന പോലെ തോന്നുന്നുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് പോവാം, ലൈറ്റൊക്കെ ഇരട്ടെ. ഈ വണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് എത്തണം. പിന്നെ ഈ സൈഡിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ വരിക. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് എത്തി പണിയാണ്. ഈ വഴി വരുന്നത് മണ്ടത്തിലായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. വേറൊരു വണ്ടി വേണ്ടിയെന്നോ എന്നെ ഇതായതാ, വെട്ടിച്ചെടുത്തതായിരുന്നു അതുണ്ടായത്. എൻ്റെ ഡൈസൊക്കെ നമ്മുടെ ചില്ലിൻ്റെ അവിടെ തൂങ്ങി വെക്കണുണ്ട്, ഞാൻ വെച്ചതാണ്. പിന്നെ കർട്ടൻ വെച്ചു, ഇന്ത്യയിൽ പിന്നെ ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട്. തൊപ്പി തന്നെയാണ് പഴയ വണ്ടിയിലും വെച്ചിരിക്കുന്നത്. തൊപ്പി കാണും, മറ്റേത് മൊബൈലും ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ടാണ് നേരെ കാണില്ല, അതുകൊണ്ടാണ് വെക്കാണ്ട് വരുന്നത്. എന്തായാലും ഞാൻ പുതിയ ബസ് എടുക്കുന്നുണ്ട്, പിന്നെ സിംഗിൾ ആക്സിലുള്ള ഇതേ ടൈപ്പ് ബസ് എടുക്കുന്നുണ്ട്. അതിനായിട്ട് വേറെ ബസ്സുണ്ട്, അതും എടുക്കണം. കുറേ ഉണ്ട്. പിന്നെ ഡ്രൈവറിനെ മാറ്റണം. നമ്മളെ ഈ ഡ്രൈവർ തന്നെ എപ്പോഴും വെച്ച് കളിക്കുന്നു. ഈ ഡ്രൈവർക്ക് വയ്യാണ്ടായി, കുറേ നാളായില്ലേ തുടങ്ങിയിട്ട്, വയസ്സായി ഇയാൾക്ക്. ഓക്കെ, നമ്മളങ്ങനെ മെയിൻ റോഡിലെത്തി. ഈ ഡിവിഷൻ കഴിഞ്ഞു, നമുക്കിനി അങ്ങോട്ട് പോവാം. ഇനിയിപ്പോൾ ഒറ്റ വഴി തന്നെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ വഴിയേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഡ്രൈവറിന് വയസ്സായിരുന്നില്ല, മീൻസ് ഈ ഡ്രൈവറിന് എല്ലാവരും ഓടി മതിയായി. പിന്നെ പുതിയ ഡ്രൈവറിനെ മേടിക്കണം, പക്ഷെ നല്ല കാശാണ് പുതിയ ഡ്രൈവറെ വെക്കാനായിട്ട്. ഇപ്പോൾ ഒരു പാറയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോണത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാൻ ആ വ്യൂ കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. വണ്ടി ഒതുക്കിയിട്ടിട്ടുണ്ട്. വല്ല ബസ് വന്നാലാണ് പണി കിട്ടുകയെന്ന് തോന്നുന്നത്. ഓക്കെ, ബസ് വന്നാലല്ല, കാർ വന്നാലും പണിയാണ്. കാറുകാർ അവിടെ നിന്നു. ഞാനിപ്പോൾ അത് ഒന്ന് ഒതുക്കിയിടാൻ പറ്റും നോക്കട്ടെ.
ഇവിടെ സ്ഥലമില്ല. ഞാൻ വ്യൂ കണ്ടപ്പോൾ ഒന്നതായതാണ്, നിർത്തിയതായിരുന്നു. പക്ഷെ സ്ഥലമില്ല, ഇടിച്ചിടിച്ച് ഇപ്പോൾ പെയിൻ്റൊക്കെ പോയെന്ന് തോന്നുന്നു. ഇവിടെ കാരണം അപ്പുറത്തൊരു ഇതുണ്ട്, ബാരിക്കേഡ് പോലെ സാധനം വെച്ചിട്ടുണ്ട്, ഈ കമ്പി. അപ്പോൾ അപ്പുറത്തേടാണെങ്കിൽ അവിടെ നിന്ന് ബസ്സുകൾ വരും, വണ്ടികൾ വരും. മൊത്തത്തിൽ പണിയാണ്. ഞാൻ ആ വ്യൂ കണ്ട് നിർത്തിയതാണ്, പക്ഷെ ഒരു കാറുകാരൻ ചതിച്ചു. എന്തായാലും നമുക്ക് എടുക്കാം. ഓക്കെ, ഗിയർ മാറ്റണ്ടേ. ഫോൺ അടിക്കട്ടെ. ഇവിടെ നമുക്ക് നിർത്താൻ പറ്റുന്നതാണ്. ഇവിടെ നിർത്താം നമുക്ക്. ഞാൻ നിർത്തിയിടാം. ഞാൻ നിർത്തിയതിൽ പണിയുണ്ട്. വണ്ടി തിരിച്ച് വലിയ കയറിയില്ലെങ്കിൽ പണിയാണ്. ഇവിടെ നിൽക്കും ഇടിച്ചിട്ട്. എന്തെങ്കിലും ഇപ്പോൾ വലിച്ചെടുക്കണം വണ്ടി തിരിച്ച്. ഞാൻ ആ വ്യൂ കണ്ടിട്ട് എടുത്താണ്. സത്യം പറഞ്ഞാൽ വ്യൂ ഒരു ഗ്രാഫിക്സ് പോലെ സംഭവമാണ്. എന്നാലും നല്ലൊരു ഭംഗിയുണ്ട് ആ വ്യൂ കാണാൻ. ആ മലയുടെ മരങ്ങളൊക്കെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് വണ്ടി തിരിച്ചിടുന്നതാണ് പണി. കിട്ടുമോയെന്നറിയില്ല. ഓക്കെ, വണ്ടി കയറുന്നുണ്ട്. എന്താ വണ്ടി ഓഫായി. ഓക്കെ, പണി കിട്ടി. ഈ വണ്ടി ഓഫാവണു താനെ, എന്താണെന്നറിയില്ല. താനെ ഓഫാവുക വണ്ടി, കയറുന്നില്ല. പിന്നെ മൊത്തത്തിൽ പണിയായി എന്ന് തോന്നുന്നു. എന്താ വീണ്ടും ഓഫായി. ഇതെന്താ പരിപാടി? വണ്ടിക്ക് എന്ത് കംപ്ലൈൻ്റ് ഉണ്ട്? നമുക്ക് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടെങ്കിൽ കാണിക്കാം. പുതിയ അപ്ഡേറ്റ് വന്നപ്പോഴാന്ന് തോന്നുന്നു താനെ ഓഫാവുക. എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. പുതിയ അപ്ഡേറ്റിലാന്ന് തോന്നുന്നു താനെ ഓഫാവണു. എന്താ പിന്നെ ഓഫായി. ഓ, വണ്ടി ഇറങ്ങി വേണ്ടി ഞാനത് വലിച്ചെടുക്കുകയാണ്. വണ്ടി ഇതാവണില്ല, കയറുന്നില്ല. ഇവിടെ നിർത്തിയതിപ്പോൾ മണ്ടത്തരായെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി കയറി വേണ്ടി. ഇതാ പിന്നെ ഓഫ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് ഞാൻ എൻഗേജ് ചെയ്തു. വണ്ടി സത്യം പിന്നെ തിരിച്ച് കയറുക വേണ്ട, പക്ഷെ ഇത് ഇറങ്ങണു താനെ ഓഫ് ആവുക. വൈപ്പറൊക്കെ ഓണായല്ലോ. എന്തോ സംഭവിച്ചിട്ടുണ്ട് വണ്ടിക്ക്. കാരണം കുറേ ദൂരം ഓടിയില്ലേ. ആ പിന്നെയും പോയി. ഓക്കെ, നമ്മളിപ്പോൾ റോഡിലെത്തിയോണ്ട് നമുക്കധികം സീനില്ല. ഓക്കെ, നമ്മൾ വണ്ടി റോട്ടിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താവുകയാണെങ്കിൽ ആ ചെറിയ ആ ലോറിയിലുകൊണ്ട് ഇടിച്ചേനെ. ഭാഗ്യം നമ്മളിപ്പോൾ ഇതായി, വണ്ടി എടുത്തു. ഇപ്പോൾ കുഴപ്പമില്ല. എന്താ പിന്നെ വണ്ടി ഓഫായി. ഓ, ഇതെന്താ സംഭവം? ആ, പിന്നെ പണി കിട്ടി. കാരണം മലയാണ്, മീൻസ് മലയല്ല, പാലമാണ്. ഇവിടെ വണ്ടി ഓഫായാൽ ഓഫാണുണ്ട്, ഓണാവണമുണ്ട്. മീൻസ് ഓഫായാൽ അപ്പം തന്നെ ഓണാവും. ഓണാവും തന്നെ ഞാൻ ഓണാക്കുന്നതാണ്. ഓഫായി ഞാൻ ഓണാക്കാൻ നോക്കുമ്പോൾ ഓണാവും, പക്ഷേ പിന്നെ ഓഫാവുകയാണ്. എന്തൊക്കെ സംഭവം. ഇതാണെങ്കിൽ പിന്നെ ഒരു ഹിൽ റേഞ്ച് ഹൈ റേഞ്ച് സംഭവമാണല്ലോ. അതുകൊണ്ട് ഇവിടെ ആദ്യം വർക്ക്ഷോപ്പൊന്നും കാണില്ല. എന്തായാലും നമുക്ക് പോവാം, രണ്ടും കൽപ്പിച്ചങ്ങോട്ട് എടുക്കാം. അപ്പോൾ നമ്മളത് അതിൻ്റെ മേലെ നിന്നിട്ടായിരുന്നു വണ്ടി ഒതുക്കിയിട്ട് അതായത് വ്യൂ നോക്കിയത്. ബട്ട് നടന്നില്ല, ഒരു കാറുകാരൻ ചതിച്ചു. ആ കാഴ്ച പിന്നെയും വണ്ടി ഓഫായി. ഓ, വണ്ടി ഓഫാണ്. ആ ബട്ടൺ ഇതാവുന്നത് കാണിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ ആവണേന്നാണ് അറിയാത്തത്. എന്തായാലും വണ്ടി ഒന്ന് ഇറങ്ങി നോക്കാം നമുക്ക്. ഇതെന്ത് സംഭവം? ടയറിന് കുഴപ്പമൊന്നുമില്ല. വണ്ടി അതൊന്നും തുറക്കാൻ പറ്റില്ല, അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇല്ലേ പോവില്ല, വണ്ടി ബ്ലോക്ക് ആവുന്നുണ്ട് ഇവിടെ. ചേട്ടാ, ഈ വണ്ടി ഒന്ന് വലിച്ചിട്ട് പോകാൻ പറ്റുമോ? ഓക്കെ, വണ്ടി ഇവിടെ ഞാൻ വണ്ടി കറക്റ്റ് ഒതുക്കിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി പോണൊക്കെ ഉണ്ട്. ഓക്കെ, മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പം എന്താ സംഭവം എന്നറിയില്ല. ഞാൻ നമുക്ക് പോയി നോക്കാം കുറച്ചും കൂടി. മഴ ഒന്നും കാണുന്നില്ല, നല്ല മഴയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ബാറ്ററി ഇല്ലാത്തതാണോ എന്ന് തോന്നുന്നത്. ഞാൻ
മറ്റേ ലൈറ്റ് ഓഫ് ചെയ്ത് ഇത്ര ലൈറ്റ് ഇട്ടിട്ടാണല്ലോ വന്നത്, മറ്റേ LED ലൈറ്റൊക്കെ ഇട്ടിട്ടാണല്ലോ വന്നത്. ഇപ്പോൾ ഒന്നും കാണില്ല, നല്ല മഴയാണ്. ഹൈ റേഞ്ച് ആയതുകൊണ്ട് നല്ല മഴ, നല്ല ഫോഗുണ്ട്. ഞാൻ ലൈറ്റ് ഇട്ടു, ഇപ്പോൾ ലൈറ്റ് ആദ്യം പിന്നെ ആവശ്യമില്ല. ഗായ്സ്, അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് ഇടിച്ചു. ആൻഡ് നമുക്കിപ്പോൾ ഈ വണ്ടി ഇപ്പോൾ അങ്ങനെ എടുത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ ലൈറ്റ് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ വണ്ടിക്ക് ബാറ്ററി ഇല്ല, മീൻസ് വണ്ടി ഓഫ് ആവുന്നു. എന്തായാലും വൈപ്പർ ഓഫ് ചെയ്യാം. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഒതുക്കിയിടാം, പക്ഷെ ഒതുക്കിയിട നല്ല സ്ഥലമില്ല. ഒതുക്കിയിടണമെന്നുണ്ട്. നമുക്ക് ഒതുക്കിയിട വൈപ്പർ ഇട്ടിട്ട് പോവാം. അതായത് വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മഴയൊക്കെ മാറി പതുക്കെ പോയാൽ മതി. അല്ലെങ്കിൽ വേണ്ടല്ലേ, നമ്മൾ എത്ര എക്സ്പേർട്ട് ഡ്രൈവർ വണ്ടി ഇതാവണമെന്ന് പറഞ്ഞിട്ട് അതായത് ഓക്കെ, നമുക്കെന്തായാലും പോവാം. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മളൊരു ഇതിൽ കൊണ്ട് ഇടിച്ചു. ബെസ്റ്റ് ആക്സിഡൻറ്റ്. ഇതിപ്പോൾ മൊത്തം ആക്സിഡൻ്റായി. ഒരു ആംബുലൻസ് പെട്ടു. രാത്രി കേട്ടോ, ഒരു ഹെഡ്ലൈറ്റ് കിട്ടുമോ, നമ്മളിനി ഹെഡ്ലൈറ്റ് ഇട്ട് പോവാം. ഒരു ആംബുലൻസ്, ഒരു കണ്ടെയ്നർ. എന്തായാലും നമുക്ക് ഇവിടെ നിർത്തിട്ട് പോവാം. അല്ലെങ്കിൽ പോലീസൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് സ്കൂട്ടാവാം. ഹാൻഡ് ബ്രേക്ക് ഇതാവട്ടെ. ഗൈസ്, പിന്നെ ഓഫ്, ഇതെങ്ങനെ ഓഫ് ആവണേന്ന് അറിയില്ല. ഓഫ് ആവണമെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല. ഓണായി, പിന്നെ ഓഫായി. ഞാൻ ഓണാക്കുമ്പോൾ താനെ ഓഫ് ആവുകയാണ്. ഓക്കെ, അപ്പം ഞാനത് ഓണാക്കി കഴിയുമ്പോൾ അതാവണു. ക്യാമറ വരെ വന്നു. എനിക്കിതെന്താ സംഭവം? ഞാൻ ഓണാക്കണു അതോ താനെ ഓഫ് ആവുന്നു? ഓണാക്കണു, താനെ ഓഫ് ആവുന്നു. ഞാൻ നമുക്ക് പോവാം. സ്ഥലം വരെ എത്തിയാൽ മതിയായിരുന്നു, നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയാൽ മതിയായിരുന്നു. എത്താൻ നല്ലതാ. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളൊരു സ്ഥലത്തെത്തി, പിന്നെ രണ്ടാമത്തെ ഒരു ഡെസ്റ്റിനേഷനെത്തി അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അത് ഭയങ്കര പണിയാണ്. മീൻസ് നമ്മുടെ പെട്രോൾ ഇല്ലേ, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചല്ലോ, അത് ഇതാവും തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, സാധനം ആവാറുണ്ട്. നമ്മൾ രണ്ടാമത് പെട്രോൾ അടിക്കേണ്ടി വരും. മീൻസ് ഫുൾ ടാങ്ക് അടിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെയും ഫുൾ ടാങ്ക് അടിക്കണം. എന്താണെന്നറിയില്ല, ഈ അപ്ഡേറ്റിൽ ഉണ്ടോയെന്ന് അറിയില്ല. ബട്ട് പഴയ അപ്ഡേറ്റിലുണ്ടായിരുന്നു. എനിക്കറിയില്ല അപ്ഡേറ്റ് ഉണ്ടോയോന്ന്. കണ്ടിട്ട് അപ്ഡേറ്റ് നടത്തി തോന്നുന്നു എൻ്റെ ഗെയിം കാര്യം. എന്താണ് ഈ ഗെയിമിൻ്റെ ഞാൻ കമ്പനി പേര് മറന്നു, സൂക്സ് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മാപ്പിലേക്ക് എടുക്കണം. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാപ്പ് എന്ന്. നമ്മുടെ എപ്പിസോഡ് 1 ഫൈനൽ മാപ്പാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, തന്നെയാണ് നമ്മുടെ ഫൈനൽ മാപ്പ്. ഓക്കെ ഗൈസ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്, വേറെ ഒന്നുമില്ല. ഇതാ മൂന്നാമത്തെ 4-മത്തെ അല്ലേ? ഓക്കെ, വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്, വേറെ ഒന്നുമില്ല. 5-മത്തേന്ന് തോന്നുന്നു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ തുടങ്ങിയത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ വണ്ടി ശ്രദ്ധിച്ച് കൊണ്ട് എടുക്കണം. അത് സ്പിന്നി ഓഫ് ചെയ്തു, അത് റോങ് സൈഡിൽ വെച്ചിട്ട് വണ്ടി ഓഫായി. ഈ ഗെയിമിന് എന്തോ ഒരു ക്രാഷ് ഉണ്ടായെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറേന്ന് തോന്നുന്നു. നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറേന്ന് തോന്നുന്നു, ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. എന്തായാലും നമുക്ക് 154 ലിറ്റർ ഉണ്ട്, അത് മതി. എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതാവാം. നമ്മൾ 122-ലാണ് ഇപ്പോൾ പോണത്. ട്രാഫിക് അധികം ഇവിടെ കാണില്ല, രാത്രി ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞാൻ അവിടുത്തെ ലൈറ്റ് തെറ്റിച്ചു. സാരമില്ല, എന്തായാലും ഇത്രയൊക്കെ ഇടിച്ചിട്ടല്ലേ വന്ന്, ഒരു ബ്ലോക്ക് വരെ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ വന്ന്. അതുകൊണ്ട് പിന്നെ ട്രാഫിക് റൂൾസ് ഒന്നും നോക്കണ്ട.
എന്താണ് കുറേ നേരം ഓടാൻ തുടങ്ങിയിട്ട് എന്താ ഇത് തന്നെയാണോ നമ്മുടെ ഫൈനൽ സ്ഥലം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, ഇവിടെയൊക്കെ മുമ്പ് വന്ന പോലെ ഒരു ഓർമ്മയുണ്ട്. ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ്. ഓ, പിന്നെ വന്ന് ഇങ്ങോട്ട് തിരിയാന്ന് തോന്നുന്നു. ഈ മഞ്ഞൊക്കെ ഫോഗൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മുമ്പ് ഫോഗൊന്നും ഉണ്ടായിരുന്നില്ല, രാത്രി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, ഇരുട്ട് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഫോഗൊക്കെ വന്നു, ഇടിമിന്നുണ്ട് ഇവിടെ ഗെയിമിൽ. ഹലോ പറയില്ല. ഓക്കെ, വീണ്ടും ഗൈസ് ഒരു നോട്ടിഫിക്കേഷൻ വന്നതാണ്. എന്താണെന്നറിയില്ല, നോട്ടിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്, ബട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. അല്ല, നോട്ടിഫിക്കേഷൻ തന്നെയാണ്, ഫോൺ കോൾസ് ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഓ ഓക്കെ, ഞാൻ ആ റിക്ഷക്കാരനെ അടിച്ചു. ഇങ്ങനത്തെ ഒക്കെ ഇത് വെക്കണവരെ സമ്മതിക്കണം എന്ത് പറഞ്ഞാലും. ഓക്കെ, മഴ മാറി, ഇനി കുഴപ്പമില്ല. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ഒന്നും കാണാനില്ല. യെസ്, വണ്ടി പിന്നെ ഓഫായിട്ട് എന്ത് സംഭവം നോക്കും. വണ്ടി ഒന്നും കൂടി സൈഡിൽ ഒതുക്കാം, അവിടെ സ്ഥലമുണ്ട്. ഈ ഫുഡ് പാത്തിൻ്റെ അവിടേക്ക് ഈ കടറ ഇവിടെ ഇങ്ങനെ കയറ്റിടാം. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? ചേട്ടാ ഒരു ഇത് തരുമോ? ചേട്ടാ ഇത് ലിഫ്റ്റ് നമുക്ക് വർക്ക്ഷോപ്പിക്കൊന്നും പോകണം. അവിടുത്തെ വർക്ക്ഷോപ്പ് എവിടെയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. ചേട്ടാ ലിഫ്റ്റ് അടുത്തല്ല ആദ്യം വേണ്ട നോക്കട്ടെ. ഓക്കെ, ഒരു ലോറിയും ബസ്സും ഉണ്ട്. ലോറി ഉണ്ടോ? നമുക്ക് ബസ്. ചേട്ടാ ലിഫ്റ്റ്, ചേട്ടാ ലിഫ്റ്റ് തരില്ല അത്ര. നമുക്ക് എന്തായാലും പോവാം, നമ്മുടെ വണ്ടീൻ്റെ എടുത്തിട്ട് പോവാം. എന്തായാലും ഇതുവരെ എത്തിയതല്ലേ. ബസ് സ്റ്റാൻഡിൽ നമ്മുടെ വല്ല ഫ്രണ്ട്സ് ഉണ്ടോ നോക്കാം, നമ്മുടെ വല്ല ബസ് സുഹൃത്തുക്കൾ. അയ്യോ അടിച്ചു. നമുക്കെന്തായാലും ചെറുതിനെ ഇട്ടിട്ട് പോകാം. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയില്ലേ, കുറേ നേരമായില്ല നമ്മൾ ഓടാൻ തുടങ്ങിയിട്ട്. 50 ലിറ്റർ നമ്മൾ കഴിഞ്ഞു ഓടിയിട്ട്. നമ്മൾ 50 അതിനും കൂടുതൽ ഓടിയിട്ടുണ്ട്. ഈ ചേട്ടൻ്റെ വണ്ടി നിർത്തി. ഈ ചേട്ടൻ എടുത്തു, ഈ ബസ് ചേട്ടൻ എടുത്തില്ല. ഈ ബസ് ചേട്ടൻ തന്നെയാണ് നമുക്ക് ലിഫ്റ്റ് തരാണ്ടിരുന്നത്. ഓക്കെ, കുറേ നേരം നമ്മൾ ഓടാൻ തുടങ്ങിയിട്ട്. എന്തായാലും ബസ് സ്റ്റാൻഡ് എത്തണില്ല. അപ്പോൾ ഗൈസ്, ഇതാ ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. കുറേ ഓടി. എന്തായാലും ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് മാറിയാൽ ഓക്കെ, ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് നേരത്തെ ലിഫ്റ്റ് തരാണ്ടിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ വണ്ടി ഓഫായി. ഇവിടെ കുറേ വാനൊക്കെ നിർത്തിയിട്ടുണ്ട്. എന്താണെന്നല്ല, വർക്ക്ഷോപ്പുകാരുടെയെന്ന് തോന്നുന്നു. പക്ഷെ എന്തിന് എത്ര അധികം വേണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.